നമസ്തേ, ഞാൻ ഡോക്ടർ നിർമ്മൽ മാത്യു അലക്സ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ മെയ് 17-നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തുള്ള 5-ൽ-1 ഹൈപ്പർ ടെൻഷനുണ്ട്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, യുവാക്കൾക്കിടയിൽ, അതായത് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ 4-ൽ-1 ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ഉണ്ടെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഹൃദയമിടിപ്പിൻ്റെ സമയത്ത് പമ്പ് ചെയ്യുന്ന രക്തം രക്തക്കുഴലുകളിലെത്തി ആ രക്തക്കുഴലുകളിലേക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിനാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമലി 120/80 ഒരു നോർമൽ BP എന്ന് സാധാരണ കണക്കാക്കുന്നത്. അപ്പം രക്തസമ്മർദ്ദം കൂടുമ്പോൾ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാൽ ഹൈപ്പർ ടെൻഷനെ എപ്പോഴും ഒരു സൈലൻറ്റ് കില്ലർ അഥവാ നിശബ്ദനായ കൊലയാളി എന്നാണ് പറയുന്നത്. അപ്പം പൊതുവെ നമ്മൾ അവഗണിക്കുന്ന പല ലക്ഷണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തലയുടെ പുറകിലുണ്ടാവുന്ന ചെറിയ വേദന, സ്റ്റെപ്സ് കയറുമ്പോഴുള്ള ചെറിയ ശ്വാസം തിങ്ങൽ, അതേപോലെ കാലിലുണ്ടാവുന്ന നീര്, നെഞ്ചിടിപ്പ് കൂടുന്നത്, കാഴ്ചയ്ക്കുണ്ടാവുന്ന ചെറിയ മങ്ങൽ, ചെറിയ തലകറക്കം, ഇതൊക്കെ തുടക്ക ലക്ഷണങ്ങളാവാം. പക്ഷേ ഇത് പൊതുവെ അവഗണിച്ച് കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 വർഷം വരെ കഴിയുമ്പോൾ പിന്നെ ഈ ബ്ലഡ് പ്രഷർ നമുക്ക് വരുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ്. അതായത് ഹാർട്ടിനെ ബാധിക്കുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം, തലച്ചോറിനെ ബാധിക്കുമ്പോൾ സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളിലോട്ട് പോകും. അതേപോലെ രക്തക്കുഴലുകളെ ബാധിക്കാം, രക്തക്കുഴലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന പ്രശ്നങ്ങളുണ്ടാവാം. കണ്ണിനെ ബാധിക്കുമ്പോൾ കാഴ്ചയെ അത് ബാധിക്കും. ഈ ചെറുപ്പക്കാരിൽ കൂടുതലായി രക്തസമ്മർദ്ദം ഈയിടയ്ക്ക് കാണാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്നത്, അതേപോലെ ലോങ് വർക്കിംഗ് ഹവേഴ്സ്, പിന്നെ കൂടുതൽ സ്ട്രെസ്സ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുന്നത്, അതേപോലെ എക്സസൈസിൻ്റെ അഭാവം, സ്മോക്കിങ്, ആൽക്കഹോള്, ഇങ്ങനത്തെ ശീലങ്ങൾ. അപ്പോൾ തെറ്റായ ഒരു ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് രക്താതിസമ്മർദ്ദം കണ്ടുവരുന്നത്. പക്ഷേ നമുക്കറിയാം 2 തരത്തിലുള്ള ഹൈപ്പർ ടെൻഷനുണ്ട്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തക്കുഴലുകളുടെ പ്രത്യേകത കാരണം നമ്മൾ മധ്യവയസ്സിലോട്ട് എത്തുമ്പോൾ കൊഴുപ്പടിഞ്ഞ് വരുന്നത്. രണ്ടാമത്തേതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ചെറുപ്പക്കാരിൽ കൂടുതലും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്. അതായത് കിഡ്നിയുടെ പ്രശ്നങ്ങൾ മൂലം, അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഫിയോക്രോമോസൈറ്റോമ എന്ന പോലുള്ള ട്യൂമറുകൾ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അതേപോലെ കോൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം, പിന്നെ അതേപോലെ തന്നെ രക്തക്കുഴലുകളെ ബാധിക്കാം, കോയാക്ടേഷൻ ഓഫ് അയോർട്ട. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ യുവാക്കളിൽ കൂടുതലും കണ്ടുവരുന്നുണ്ടെങ്കിലും മധ്യവയസ്സുള്ള ആളുകളിൽ 90%, അതേപോലെ യുവാക്കളിൽ 85% ആളുകളിലും പൊതുവെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് കണ്ടുവരാറ്. യുവാക്കളുടെ ഇടയിൽ ഈ അമിതമായ രക്തസമ്മർദ്ദം കൂടുതലും ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തടയാം? അപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി പച്ചക്കറികളും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുള്ള ഡയറ്റ് കഴിക്കുക, അതേപോലെ ഉപ്പിൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറയ്ക്കുക, വ്യായാമത്തിനായിട്ടുള്ള സമയം കണ്ടെത്തുക. ഏകദേശം 45 മുതൽ 60 മിനിറ്റ് വരെ ഒരു ദിവസം കാർഡിയാക് എക്സസൈസുകൾ, ബ്രിസ്ക് വാക്കിങ് പോലെയുള്ള എക്സസൈസുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തുക. അതേപോലെ കൃത്യമായിട്ടുള്ള ഉറക്കമുണ്ടെന്ന് കാര്യം ഉറപ്പുവരുത്തുക. അതേപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, കൂടുതലായിട്ട് ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്കുള്ള സ്ട്രെസ്സുകൾ പങ്കുവെക്കുക. അതേപോലെ ഒരു കൗൺസിലറുടെ സഹായം വരെ ഇക്കാര്യത്തിൽ നമുക്ക് നേടാം. സോ ഈ ഒരു വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയിൽ എനിക്ക് പറയാനുള്ളത്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ബ്ലഡ് പ്രഷർ ഏർലി, ഡു റെഗുലർ ഹെൽത്ത് ചെക്കപ്സ്, ഈറ്റ് ഹെൽത്തി ആൻഡ് ലിവ് ലോങ്. അപ്പം സാധാരണയിൽ എപ്പോഴും ഒരു 130-85 മേലെയൊക്കെ BP വരുമ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജീവിതശൈലിയുടെ മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ മരുന്നുകളാവാം. അപ്പം കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുക, ജീവിതശൈലി മാറ്റങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ ഡോക്ടറുടെ ഫോളോ അപ്പ് ഒരിക്കലും മിസ്സാക്കരുത്.